ഈ തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ പറവൂരിലെ LDF സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം വിജയമല്ല, മറിച്ച് വി.ഡി. സതീശന്റെ ഭൂരിപക്ഷം കുറക്കുക എന്ന കാര്യത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ജയിക്കില്ല എന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. അത്രയേറെ ശക്തനും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരും പറവൂരുകാരുടെ അഭിമാനവുമാവാൻ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് വി.ഡി. സതീശന് സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. LDF ശക്തമായിട്ട് പോരാടും. പറവൂരില് സംഘടന ശക്തമായിട്ട് പ്രവർത്തിക്കും. ഒരു പക്ഷേ അവർ വോട്ടിംഗ് ശതമാനം ഉയർത്തിയെന്നും വരും. പക്ഷേ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം വി.ഡി. സതീശന് മുന്നിൽ അവർക്ക് ജയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി ജയിക്കാനും പോകുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പറവൂർ. അതിന് ഒരൊറ്റ കാരണം മാത്രം. പറവൂർ എന്നത് കേവലം ഒരു നിയമസഭാ മണ്ഡലമല്ല, ശക്തനായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ രാഷ്ട്രീയ കോട്ടയാണ് പറവൂർ. അത് തന്നെയാണ് പറവൂരിനെ ഏറ്റവും പ്രസിദ്ധമാക്കുന്നതും വളരെ കേരള രാഷ്ട്രീയത്തിലെ നിർണായക നിയമസഭാ മണ്ഡലമായി കണക്കാക്കുന്നതും. കേരളത്തിലെ CPM അല്ലെങ്കിൽ LDF ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പരാജയം ആരുടേതായിരിക്കും? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ അതിന്റെ ഉത്തരം ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, അത് പറവൂരിലെ പരാജയമാണ്. LDF-ഉം CPM-ഉം ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്ന പരാജയം. കാരണം വി.ഡി. സതീശനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു MLA, ഒരു സാധാരണ MLA തോൽപ്പിക്കുന്നത് പോലെയല്ല. അത് UDF-ന്റെ പ്രതിച്ഛായയെയും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താനുള്ള ഏറ്റവും വലിയ ആയുധമായി മാറും ഇടതുപക്ഷത്തിന്. അതുകൊണ്ട് തന്നെയാണ് പറവൂരിൽ വി.ഡി. സതീശന്റെ തോൽവി ഇടതുപക്ഷം പലപ്പോഴും ആഗ്രഹിക്കുന്നതും. പക്ഷെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതിന്റെ വാസ്തവം എന്താണെന്ന്? പറവൂരിലെ LDF-നല്ല, സംസ്ഥാനത്തെ LDF-ന് പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരു പായും പുലിയായി രാഷ്ട്രീയത്തിൽ ഇതിനോടകം തന്നെ വി.ഡി. സതീശൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വാസ്തവം. നിങ്ങൾ പറവൂരിലെ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് 2016-ലും 2021 ഈ 5 വർഷത്തിനിടയ്ക്ക് പറവൂരിലെ UDF സ്ഥാനാർത്ഥി അതായത് വി.ഡി. സതീശന്റെ ഭൂരിപക്ഷം കുറയുകയല്ല ചെയ്തത്, അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. 2016-ൽ വി.ഡി. സതീശൻ നേടിയ വോട്ട് എത്ര അറിയോ? ഏകദേശം 75,000 വോട്ടാണ്. അതായത് ആ മണ്ഡലത്തിലെ പകുതിയോടടുത്ത് ആളുകളുടെ വോട്ട് വി.ഡി. സതീശന് നേടാൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം. പകുതിയോട് അടുത്തെന്ന് പറയുമ്പോൾ 46.70% വോട്ട് 2016-ൽ പറവൂരിൽ നിന്ന് വി.ഡി. സതീശൻ സ്വന്തമാക്കി. അദ്ദേഹത്തിന് എതിരെ നിന്ന CPM സ്ഥാനാർത്ഥി എത്ര വോട്ടാണ് നേടിയെന്നറിയോ? ഏതാണ്ട് 55,000 വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ മത്സരം 2016-ൽ പറവൂരിൽ നിന്ന് സ്വന്തമാക്കാനായത്. 55,000-ഓളം എന്ന് പറയുമ്പോൾ ഇത് മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനത്തിന്റെ 33.85%. ഇവിടെ തന്നെ വ്യക്തമാവും ഏകദേശം 20,000 വോട്ടിന്റെ വ്യത്യാസമാണ് 2016-ൽ വി.ഡി. സതീശനുമായി ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ പിന്നിൽ പോയത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ 2021-ലോ അന്ന് വി.ഡി. സതീശൻ നേടിയത് 82,256 വോട്ടുകളാണ്. അതായത് വോട്ടിംഗ് ശതമാനത്തിൽ 5.7% വർധനവ്. 2021-ൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ MT നിക്സൺ നേടിയത് ഏകദേശം 60,836 വോട്ടുകളാണ്. ഇടതുപക്ഷത്തിനും 2021-ൽ വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്, അത് 4.9%. എന്നിട്ട് പോലും വി.ഡി. സതീശൻ എന്ന ശക്തനായ രാഷ്ട്രീയക്കാരനെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് പറവൂരിൽ 2021-ലും 2016-ലും അതായത് ഈ 2 വർഷങ്ങളും കേരളത്തിൽ ഇടത് തരംഗമുണ്ടായ വർഷമാണ്. ആ വർഷത്തിൽ പോലും വി.ഡി. സതീശനെ തൊടാൻ പോലും പറവൂരിൽ CPM-നോ ഇടതുപക്ഷത്തിനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്നാൽ ഇതേ പറവൂരിൽ മറ്റൊരു സംഭവം കൂടി നടന്നു. എന്താണെന്നറിയോ? BJP-യുടെ വോട്ട് കുത്തനെ താഴ്ന്നു. 2016-ൽ 28,100 വോട്ട് ഉണ്ടായിരുന്ന BJP എന്ന് പറയുമ്പോൾ 2016-ൽ അവിടെ മത്സരിച്ചത് BDJS ആയിരുന്നു. അന്ന് BDJS സ്ഥാനാർത്ഥിക്ക് പറവൂരിൽ നിന്ന് ലഭിച്ചത് 28,000-ഓളം വോട്ടാണ്. എന്നാൽ 2021-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ വോട്ട് കേവലം 13,000-ൽ മാത്രം ഒതുങ്ങി. എന്താണ് ഇതിന്റെ രാഷ്ട്രീയ അർത്ഥം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പറവൂരിലെ പോരാട്ടത്തിൽ BJPക്ക് യാതൊരു സ്വാധീനവുമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പറവൂരിൽ എപ്പോഴും പോരാട്ടം വി.ഡി. സതീശൻ വിരുദ്ധരുടേതാണ്. പക്ഷെ പലപ്പോഴും ആ പോരാട്ടത്തിൽ വി.ഡി. സതീശൻ തന്നെയാണ് എപ്പോഴും മുന്നിട്ട് നിന്നിട്ടുള്ളത് എന്നുള്ളത്
അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വിജയമായി തന്നെ നമുക്ക് കാണാനാവും. വി ഡി സതീശന്റെ പാർലമെന്ററി രാഷ്ട്രീയം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. 1996 ആദ്യമായിട്ട് അദ്ദേഹം പറവൂരിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം തോൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു 2001. അതിൽ അദ്ദേഹം പറവൂരിൽ നിന്ന് വിജയിച്ചു. അത് കേവലം ഒരു തുടക്കം മാത്രമായിരുന്നു. തുടർന്ന് അങ്ങോട്ട് 2006, 2011, 2016, 2021 തുടർച്ചയായി അദ്ദേഹത്തെ 5 തവണ പറവൂരുകാർ നിയമസഭയിലേക്ക് അയച്ചു. ഇത് കേരളത്തിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇത് ഒരു വ്യക്തിയിലുള്ള ഒരു നാടിന്റെ വിശ്വാസമാണ്, രാഷ്ട്രീയ അംഗീകാരമാണ്. വി ഡി സതീശൻ എന്നത് കേവലം ഒരു വി ഡി സതീശൻ മാത്രമല്ല, അദ്ദേഹം പറവൂരുകാരുടെ പൊതു സ്വത്താണെന്ന് പറവൂരുകാർ പ്രഖ്യാപിക്കുന്ന നയമാണ്. പറവൂർ മേഖല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മത്സ്യത്തൊഴിലാളികൾ, ക്രിസ്ത്യൻ വോട്ടുകൾ, മധ്യവർഗ വോട്ടുകൾ, നഗര ഗ്രാമ മിശ്രിതമായ വോട്ടിംഗ് പാറ്റേൺ. ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സിലും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് ശക്തമായിട്ടുള്ള സ്വാധീനം പറവൂരിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം പറവൂരിൽ മാത്രമല്ല കേരളത്തിന്റെ സ്വന്തമാണ് വി ഡി സതീശൻ എന്നുള്ള ഒരു പൊതു ഇമേജ് അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിപക്ഷത്തിന്റെ ആയുധമാകാൻ വി ഡി സതീശന് സാധിച്ചു. അഴിമതി വിഷയങ്ങൾ മുതൽ ജനങ്ങളുടെ, സാധാരണക്കാരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ വരെ വി ഡി സതീശൻ തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയുണ്ടായി. അത്തരം വിഷയങ്ങളിൽ അദ്ദേഹം സ്ഥിരമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തനായ പ്രതിപക്ഷ നേതാവാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സാധിച്ചു എന്നത് അദ്ദേഹത്തിന്റെ ഒരു മിടുക്ക് തന്നെയാണ്. ഇത്തവണ പറവൂരിൽ LDF സ്ഥാനാർത്ഥിയായി എത്തുന്നത് MT ടൈസൺ മാസ്റ്ററാണ്. പ്രാദേശികമായി പറവൂരിൽ ഏറെ പിടിപാടുള്ള ഒരു ഇടതുപക്ഷ നേതാവാണെങ്കിൽ പോലും വി ഡി സതീശന്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ പറവൂരിലെ LDF സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം വിജയമല്ല, മറിച്ച് വി ഡി സതീശന്റെ ഭൂരിപക്ഷം കുറക്കുക എന്ന കാര്യത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ജയിക്കില്ല എന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. അത്രയേറെ ശക്തനും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരും പറവൂരുകാരുടെ അഭിമാനവുമാവാൻ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് വി ഡി സതീശന് സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. 81.96% പറവൂരിലെ ഈ വർഷത്തെ വോട്ടിംഗ് ശതമാനം. എല്ലാ മുന്നണികളും വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. എന്നിട്ട് പോലും പറവൂരിൽ ഇത്ര വലിയൊരു വോട്ടിംഗ് നടന്നിട്ട് പോലും അത് പ്രതിപക്ഷ നേതാവായ അല്ലെങ്കിൽ പറവൂരിന്റെ സ്വന്തമായ വി ഡി സതീശനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ട് ഇടതുപക്ഷം പോലും കാണുന്നില്ല എന്നുള്ളത് അദ്ദേഹം രാഷ്ട്രീയപരമായി എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിന്റെ പ്രധാന കാരണം ശക്തമായ സംഘടനാ സ്വാധീനവും സ്ഥിരമായ ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും വ്യക്തിപരമായിട്ടുള്ള വോട്ട് സ്വന്തമായിട്ടുമുള്ള സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അങ്ങനെ പറയാനുള്ള കാരണം, ഒരു മണ്ഡലത്തിൽ പാർട്ടി മാത്രം വിചാരിച്ചാൽ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കില്ല. അതിന് ആ നാട്ടിലെ ജനങ്ങൾ കൂടി വിചാരിക്കണം. സാധാരണക്കാരായ നിഷ്പക്ഷരായ വോട്ടർമാർ കൂടി വിചാരിച്ചാലേ ഒരു മണ്ഡലത്തിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിക്കൂ. അത്തരത്തിലുള്ള നിഷ്പക്ഷരുടെ, സാധാരണക്കാരുടെ വിശ്വാസം നേടിയെടുക്കാൻ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് വി ഡി സതീശന് പറവൂരിൽ നിന്ന് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. പറവൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്നതിനുപരി അത് വി ഡി സതീശനെ വിജയിപ്പിക്കുക എന്ന വളരെ പേഴ്സണൽ ആയിട്ട് പറവൂരിലെ വോട്ടിംഗ് പാറ്റേൺ ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. LDF ശക്തമായിട്ട് പോരാടും. പറവൂരിൽ സംഘടന ശക്തമായിട്ട് പ്രവർത്തിക്കും. ഒരു പക്ഷേ അവർ വോട്ടിംഗ് ശതമാനം ഉയർത്തിയെന്നും വരും. പക്ഷേ പറവൂരിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശന് മുന്നിൽ അവർക്ക് ജയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി ജയിക്കാനും പോകുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ജയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ഭൂരിപക്ഷത്തിലൊന്നുമല്ല കേട്ടോ. 2021 21,000 വോട്ടുകൾക്കാണ് വി ഡി സതീശൻ വിജയിച്ചത്. എവിടെ നിന്നാണ് വിജയിച്ചത്? പറവൂരിൽ നിന്ന്. ആ കണക്ക് നോക്കുമ്പോൾ 2026 20,000 എന്നുള്ളത് ഒരു പക്ഷേ 25,000 ആയേക്കാം, ഒരു പക്ഷേ 30,000 ആയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രവചിക്കാൻ സാധിക്കുമോ വി ഡി സതീശന്റെ ഇത്തവണ പറവൂരിൽ നേടുന്ന ഭൂരിപക്ഷം എത്രയായിരിക്കുമെന്നത്?
അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. പറവൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പറവൂരിൽ ആര് ജയിക്കുമെന്നല്ല, വി.ഡി. സതീശന്റെ ഭൂരിപക്ഷം എത്ര കൂടും, 5% കൂടുകയുള്ളൂ അതോ 10% ആകുമോ, ഇത് മാത്രമാണ് പറവൂരിലുള്ള നിലവിലെ ചർച്ച. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ കേവലം നടക്കാത്ത മനോഹരമായ സ്വപ്നം എന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ. മെയ് 4-ാം തീയതി വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. പറവൂർ സമം വി.ഡി. സതീശൻ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.